ഒരിക്കലും ഒരു കൺവെൻഷണൽ വേ ഓഫ് രീതിയിലുള്ളൊരു PG ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യരുതെന്ന്. There are a lot more opportunities to be explored and there are a lot more exposures that I've been receiving. ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് ഇപ്പോൾ എക്കണോമിക്സ് എന്നുള്ളൊരു സാധാ ഒരു കൺവെൻഷണൽ കോഴ്സായിട്ട് പലർക്കും തോന്നും. ഹായ്, വി ആർ സ്റ്റുഡൻസ് ഓഫ് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്. ഹായ്, ഐ എം ഐശ്വരി AV, സ്റ്റുഡൻറ്റ് ഓഫ് MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. എൻ്റെ പേര് ആരതി, ഞാൻ MA എക്കണോമിക്സ് ആണ് ജെയിനിൽ പഠിക്കുന്നത്. Hi, I am Samina Zulfikar. I am a student of BA Triple Main. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ ബാച്ചിലേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഞാനൊരു കാര്യം തീരുമാനിച്ചായിരുന്നു, ഒരിക്കലും ഒരു കൺവെൻഷണൽ വേ ഓഫ് രീതിയിലുള്ളൊരു PG ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യരുതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ജെയിൻ ചൂസ് ചെയ്യാനുള്ളൊരു മെയിൻ ഒരു കാരണം. ഇപ്പോൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടും നമ്മൾക്ക് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യാനും അല്ലെങ്കിൽ പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്യാനും നമുക്കിവിടെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇവർ തരുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് അവേഴ്സും കുറവാണ്. ലൈക്ക് ദാറ്റ്സ് ജസ്റ്റ് 4 hours കഴിഞ്ഞിട്ടാണെങ്കിലും യു ഹാവ് ആംപിൾ എമൗണ്ട് ഓഫ് ടൈം ടു ഡു much more activities other than just academics. MA എക്കണോമിക്സ് എടുത്ത് ഇവിടെ 6 മാസം നിന്നതിന് ശേഷം എനിക്ക് എക്കണോമിക്സിനെ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കാനും അതിൽ എത്ര തോതിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനും എനിക്കിവിടെ വന്നതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ഒരു സപ്പോർട്ട്, നമ്മളൊരിക്കലും ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കരുത്. നമ്മൾ ബാക്കിയുള്ള ഇവൻറ്റ്സ് ആയാലും കൂടുതൽ ലിറ്റററി ഫിഗേഴ്സിനെ ആയാലും നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും യൂസ് ചെയ്യണം. ഇൻ മൈ ഫസ്റ്റ് സെം ഇറ്റ് സെൽഫ് ഐ പബ്ലിഷ്ഡ് എ പേപ്പർ പ്രസൻറ്റേഷൻ. സോ എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ആയാലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാനിപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫാക്കൽറ്റീസിൻ്റെ ഒരു സപ്പോർട്ട് കാരണമാണ് ഞാനത് ചെയ്തത്. ഞാൻ സൈക്കോളജി താല്പര്യമുള്ള കാരണമാണ് ഞാൻ ജെയിൻ പ്രിഫർ ചെയ്തത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഐ ഗോട്ട് ടു നോ ദാറ്റ് ദെയർസ് എ വെറൈറ്റി ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് നോൺ ആസ് ട്രിപ്പിൾ മീൻ. ഇതെന്ന് പറയുമ്പോഴത്തേക്കും യു ആർ നോട്ട് basically stuck to one specific course. 3 വർഷം കഴിയുമ്പോഴത്തേക്കും you still have the option ഏത് ചൂസ് ചെയ്യണം. ഒരു PG സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് നമുക്ക് കുറേ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് സെമ്മിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് എനിക്ക് എൻ്റെ കരിയറിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യം തന്നെയാണ്. അതേപോലെ പലതരത്തിലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സസും നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. Basically speaking, there are a lot of opportunities. You are exposed to a lot of events, lot of people. You get to share knowledge with them. You get to gain knowledge, and these are all the benefits that I have experienced as being a part of Jain University. ഫ്യൂച്ചർ സമ്മിറ്റ് എന്നൊരു വലിയൊരു ഇവൻ്റ് ഇവിടെ നടന്നു. ആ ഒരു 7 days ആണ് ഞാനിവിടെ ജെയിനിൽ വന്നപ്പോൾ ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ ഞാൻ എൻറിച്ച് ചെയ്തൊരു ടൈം എന്ന് പറയുന്നത് അതായിരുന്നു. നമുക്ക് ഒത്തിരി ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഞാൻ ഇതുവരെ ലൈഫിലൊരു ഇവൻ്റ് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരാളല്ല. സോ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് തന്നു. അതിൽ നിന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും പറ്റിയിട്ടുണ്ട്. We are pretty sure that Jain University will provide us with a lot of more opportunities for us to enhance our skill set and for our career development as well.